ഇവർ വിവാഹിതരായാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഭൂമിക്ക് ഒരു ചായക്കടയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ചായക്കട തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇൻസ്പെക്ടർമാരെല്ലാവരും നമ്മുടെ പുതിയ SI ആയ അജയ്യെ സ്വീകരിക്കാനായിട്ട് മാലയൊക്കെ ആയിട്ട് നിൽക്കുകയായിരിക്കും. ഇതേ സമയം നാട്ടുകാരൊക്കെ ഭൂമിയുടെ കയ്യിൽ നിന്ന് ചായ കുടിക്കാനും ഭൂമിയെ കൊണ്ട് തന്നെയാണ് പരാതികൾ എഴുതിക്കുന്നതുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഭൂമിയാണെങ്കിൽ കട തുറന്ന് അവർക്കെല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം ഓരോരുത്തരുടെ പരാതിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കവേ നമ്മുടെ നേതാക്കന്മാർ വന്നിരിക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ച കള്ളന്മാരെ പിടിച്ചു കൊണ്ടുപോകാനാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ടർമാർ പറയുന്നുണ്ട്, ഞങ്ങളല്ല അറസ്റ്റ് ചെയ്തത്, CI നേരിട്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടും അവരത്ര കേൾക്കാനായിട്ട് തയ്യാറല്ല. അവരാണെങ്കിൽ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കിടക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ അജയ് ആ സമയം അവിടെ വന്നെത്തുന്നുണ്ട്. ജയിലൊക്കെ തുറന്നിറക്കുന്ന സമയം നേതാവിനിട്ട് തന്നെ ഒരു ചവിട്ട് കൊടുക്കുകയും സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മുടെ പ്രതികളെ തിരിച്ചകത്തേക്കിട്ട് ചവിട്ടി കൂട്ടുകയും ചെയ്യുന്ന അജയ് ആണെങ്കിൽ വെല്ലുവിളിക്കുമ്പോൾ, അതായത് അജയിനെ നമ്മുടെ കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ വെല്ലുവിളിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല മിസ്റ്റർ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പൊക്കോ, അല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടിക്കൂട്ടും എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ അജയുടെ ഒരു കട്ട ഹീറോയിസമാണ് നമുക്ക് ഇവർ വിവാഹിതരായാൽ എന്ന് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ പോലീസുകാർക്കൊക്കെ ഇടയിൽ അജയ് നല്ല രീതിയിൽ തന്നെ പേരെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അജയ് വലിയൊരു ബ്രാൻഡായി മാറുന്നുണ്ട്. എല്ലാവരും അജയിനെ പറ്റിയാണ് പറയുന്നത്, സംസാരിക്കുന്നത്. ഇവിടെ ഭൂമിയുടെ കാതുകളിലും അജയിനെക്കുറിച്ച് എത്തുന്നുണ്ട്. പക്ഷേ ഭൂമിക്ക് ആരാണ് അജയ്, ഇൻസ്പെക്ടർ ആരാണ് എന്നൊന്നും അറിയില്ല. ഇതിനിടയിൽ ഭൂമിയോട് ചായ ചോദിക്കുന്നുണ്ട്. ചായ ഭൂമി പലതവണ കൊടുക്കുമ്പോൾ മധുരമില്ല, പാല് കൂടുതലാണ്, കടുപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതവണ മാറി ഓടി വരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ഭൂമി ഒടുവിൽ പറയുന്നുണ്ട്, ആൾക്ക് ചായയല്ല വേണ്ടത്, ചായ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റബിൾ ആണെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഭൂമിയാണെങ്കിൽ ചായയും കൊണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്താ നിങ്ങളുടെ പുതിയ ഇൻസ്പെക്ടർ എല്ലാം തികഞ്ഞവനാണോ, അയാളെന്താ ഷെഫാണോ എന്നൊക്കെ ഭൂമി ചോദിക്കുന്നത് കാണാൻ കഴിയും. അത് വേറെ ഒന്നുകൊണ്ടുമല്ല കേട്ടോ, അതായത് ഇങ്ങനെ ചായക്ക് കടുപ്പമില്ല, മധുരം പോരാ, പാല് കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ പലതവണ പറയുന്നത് കൊണ്ട് തന്നെ ഭൂമിക്കാണെങ്കിൽ ചെറിയ ദേഷ്യം വരുന്നുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നതാണെന്ന് കാണാം. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ അജയനെയാണെങ്കിൽ പോലീസുകാരൻ ഉയർന്ന മേധാവി വിളിച്ചിട്ട് ചീത്ത പറയുന്നുണ്ട്. താനെന്താ ഭരണപക്ഷത്തിരിക്കുന്നവരോട് താനിങ്ങനെ കയ്യാങ്കളിയൊക്കെ നടത്തിയാൽ തൻ്റെ കാര്യമൊക്കെ തുലാസിലാകുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അജയ് പറയുന്നുണ്ട്, കേട്ടോ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല, സാറിന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഉയർന്ന മേധാവി പറഞ്ഞ ദേഷ്യമൊക്കെ ഉണ്ട്. ഇതിനിടയിലാണ് ഭൂമി എല്ലാവർക്കും ചായ കൊടുത്തിട്ട് ഒടുവിൽ SIക്ക് ചായ കൊടുക്കാനായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ചായ നീട്ടുന്നതും, ഹലോ നിങ്ങൾക്ക് എന്താ ചെവിട് കേൾക്കില്ലേ എന്ന് ഭൂമി ചോദിക്കുന്നതും തിരിഞ്ഞ് ദേഷ്യത്തോടെ നോക്കുന്നു. എന്താടി നീ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട്. ഇതേ സമയം ഭൂമിയാണ് എന്ന് തിരിച്ചറിയുന്ന ഇൻസ്പെക്ടറാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തിളച്ചു മറിയുന്നുണ്ട്. നീ ആരോട് ചോദിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കയറിയത്, നീ എന്തിനാ ഇതിൻ്റെ അകത്ത് കയറിയത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഭൂമി കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതാണ് കാണാനായിട്ട് കഴിയുക കേട്ടോ. അതിനു മുമ്പ് തന്നെ നമ്മുടെ അജയ് ഭൂമിയെ പേടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ കയ്യിലുള്ള ചായ നേരെ നമ്മുടെ അജയുടെ മുഖത്തും ദേഹത്തും ഒക്കെ വീഴുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം അജയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട്, നീ എന്താണ് ഈ ചെയ്യുന്നത്, ഇറങ്ങിപ്പോടി എൻ്റെ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ നല്ല രീതിയിൽ തന്നെ ചീത്ത പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ.
തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ടും ശ്രദ്ധിക്കണേ. താങ്ക്സ്.